ആറാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാകേഷ്, അങ്ങനെ ഘട്ടം 6ലേക്ക് എത്തി. സോ ഇനി എന്താണ്, നമ്മൾ ആ വലിയ ഉത്സവത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണല്ലോ. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുന്നു. ഏതൊക്കെ പ്രമുഖ വ്യക്തികളാണ്, ഏതൊക്കെ മണ്ഡലങ്ങളിൽ? എൽദോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കാരണം 428 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 115 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ്. 6ാം ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ബീഹാറിലെ 8 മണ്ഡലങ്ങൾ, ഹരിയാനയിലെ 10 മണ്ഡലങ്ങൾ, ജമ്മു കശ്മീരിലെ 1 മണ്ഡലം, ജാർഖണ്ഡിലെ 4 മണ്ഡലം, ഡൽഹിയിൽ 7, ഒഡീഷയിൽ 6, യു പിയിൽ 14, പശ്ചിമബംഗാൾ 8 എന്നിങ്ങനെ 58 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഡൽഹിയിലും ഹരിയാനയിലെയും മുഴുവൻ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. ഈ 2 സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ BJP മുഴുവൻ സീറ്റിലും വിജയിച്ചതാണ്. അതായത് ഹരിയാനയിലെ 10-ൽ 10ഉം ഡൽഹിയിലെ 7-ൽ 7 സീറ്റിലും വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം വ്യത്യാസമുണ്ട്, രാഷ്ട്രീയ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ തന്നെ പ്രചാരണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഏതായാലും കടന്നു വന്നിരിക്കുന്നത്. ഏതാണ്ട് 4-5 റാലികളിലാണ് ഒരു ദിവസം ഡൽഹിയിൽ കെജ്രിവാൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി സ്വാതി മാലിവാളിന്റെ പരാതി അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് നിർഭയ കേസിന്റെ ചുവട് പിടിച്ച്, അല്ലെങ്കിൽ ആ കേസൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വരുന്നത്. ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണവും നിർഭയ സംഭവമായിരുന്നു. അപ്പോൾ സ്വാതി മാലിവാളിന്റെ പരാതി വലിയ രീതിയിൽ ഏതായാലും BJP ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിയാനയിലും BJP കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ കർഷകരുടെ പ്രതിഷേധം, ജാട്ട് വിഭാഗത്തിന്റെ അതിർത്തി, അങ്ങനെ പല വിഷയങ്ങളും അവിടെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആവേശത്തിന് ഒട്ടും കുറവില്ല. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലെയും 5 ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി നേതാക്കളെല്ലാം തന്നെ ഡൽഹി അടക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ 4 റാലികളിലാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ദ്വാരകയിൽ റാലിയിൽ പങ്കെടുത്തു. മോദി എന്തായാലും അടുത്ത ദിവസങ്ങളിൽ പഞ്ചാബിലാണ് പ്രചാരണത്തിന് പോകുന്നത്. പഞ്ചാബിൽ അവസാന ഘട്ടത്തിൽ ജൂൺ 1-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 6ാം ഘട്ടത്തിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്.